നമസ്കാരം. ഒരു ഒറ്റ ഫോട്ടോയിലൂടെ സോഷ്യൽ മീഡിയ മൊത്തം തൂക്കാൻ പറ്റുമോ? പറ്റുമെന്ന് തെളിയിക്കുന്ന ഒരു നടൻ മാത്രമാണ് മോളിവുഡിലുള്ളത്. അത് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ മലയാള സിനിമയിലെ തന്നെ സ്റ്റൈലിഷ് ഐക്കൺ തന്നെയാണ് ആ ഒരു താരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മമ്മൂട്ടിയുടെ പുതിയ ചിത്രങ്ങളാണ്. സ്റ്റൈലിഷ് ചിരിയിൽ സൂപ്പർ കൂൾ ലുക്കിൽ നിൽക്കുന്ന മമ്മൂട്ടിയെയാണ് ഫോട്ടോയിൽ കാണുന്നത്. എന്തായാലും ആരാധകർക്കിടയിൽ വൈറലാകുകയാണ് ആ ഒരു ചിത്രം. അതേസമയം വയനാടിന്റെ വേദന പങ്കുവച്ച് ഫിലിം ഫെയർ പുരസ്കാര വേദിയിൽ മമ്മൂക്ക പറഞ്ഞ വാക്കുകളും സൈബർ ലോകത്ത് വൈറലാകുകയാണ്. വയനാട്ടിലെ ജനങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നാണ് മമ്മൂക്ക ഫിലിം ഫെയർ അവാർഡ് വേദിയിൽ പറഞ്ഞിരിക്കുന്നത്. 69ാമത് ഫിലിം ഫെയർ അവാർഡിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട മമ്മൂക്ക ഇതോടെ 15 ഫിലിം ഫെയർ അവാർഡുകൾ സ്വന്തമാക്കുന്ന നടനായി മാറിയിരിക്കുകയാണ്. അതിനിടയിൽ മമ്മൂക്കയുടെ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്ന നവാതക സംവിധായകനായ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്ക എന്ന സിനിമയുടെ ടീസർ അപ്ഡേറ്റും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരുപാട് നാളായി മമ്മൂക്ക ആരാധകരും സിനിമാ പ്രേമികളും ഈ ഒരു ചിത്രത്തിന്റെ ടീസറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വരുന്ന ആഗസ്റ്റ് 16-നുള്ളിൽ തന്നെ ചിത്രത്തിന്റെ ടീസർ പുറത്തുവരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബസൂക്കയിലെ ഒരു പ്രധാനപ്പെട്ട സീൻ ഇനിയും ഷൂട്ട് ചെയ്യാനുണ്ട്. അത് മമ്മൂക്കയും ഗൗതം മേനോനുമൊപ്പമുള്ള രംഗമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ മമ്മൂക്ക ഇപ്പോൾ ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് ശേഷം മാത്രമായിരിക്കും ബസൂക്കയിലെ ഈ ഒരു പ്രധാനപ്പെട്ട ഷൂട്ടിംഗ് നടക്കുക. ഏകദേശം 10 ദിവസത്തെ ഷൂട്ടിംഗ് ബസൂക്കയ്ക്ക് ഇനി ബാക്കിയുണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.